ഹായ് ഓൾ, വെൽക്കം ടു ക്യൂബിറ്റ് അക്കാഡമി. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ആഴ്ചത്തെ അഥവാ 22/6/2024 മുതൽ 28/6/2024 വരെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പ് 25 ന്യൂസസ് ആണ് എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇതിൽ ആദ്യത്തെ ന്യൂസ് എന്ന് വിളിക്കുന്ന ഏതാണ്? പോലീസ് റിഫോംസ് ഇൻ ഇന്ത്യ. എന്താണ് ഇത് ന്യൂസായി വരാനുള്ള കാരണം? Recently, a fabricated rape accusation and subsequent imprisonment revealed a range of systematic shortcomings in our law enforcement machinery and social complexities that demanded urgent attention. അതായത് പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഈ റേപ്പ് കേസുകൾ എന്ന് പറയുന്നത് എന്താണ്, ഉദാഹരണമായിട്ട് തെറ്റായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെ ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ന്യൂസ് വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി ഇന്ത്യയിൽ പോലീസ് റിഫോംസിനെ കുറിച്ച് വന്നത്, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 7ാമത്തെ ഷെഡ്യൂളിൽ സ്റ്റേറ്റ് ലിസ്റ്റുകൾ, നമുക്കറിയാം ഇന്ത്യയിൽ 3 ലിസ്റ്റുകളാണുള്ളത്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഇതിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആരായിരിക്കും? സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം, അതായത് പോലീസുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത് ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് എന്ത് ചെയ്യേണ്ടത്, പോലീസുമായി ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇതിലൊരു റിഫോം എന്ന് പറയുന്നത് എന്താണ്? നിലവിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഒരു കൊളോണിയൽ ലോൺ നമുക്ക് നിലവിലുള്ള, അതുപോലെ തന്നെ കസ്റ്റോഡിയൽ ഡെത്തുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസസ്, പോർ ജെൻഡർ സെൻസിബിലിറ്റി, കമ്മ്യൂണൽ കാസ്റ്റ് ബയാസ്, അതുപോലെ തന്നെ നോ ആൻറ്റി ടെറർ ലോ എന്നൊക്കെ പറയുന്നത് എന്താണ്, നിലവിലെന്താണ് മാറ്റപ്പെടേണ്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ഏറ്റവും റിലേറ്റഡ് ഡാറ്റ എടുത്താണെങ്കിൽ പോലീസ് ടു പീപ്പിൾ റേഷ്യോ എന്ന് വിളിക്കുന്നത് ഏകദേശം ടോട്ടൽ ഒരു ഗ്ലോബൽ ബെഞ്ച് മാർക്ക് എടുക്കുകയാണെങ്കിൽ പറയുന്ന 10 ലക്ഷം ആളുകൾക്ക് 222 പോലീസ് ഉദ്യോഗസ്ഥർ എന്നാണ്. പക്ഷെ ഇവിടെ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം ആളുകൾക്ക് എന്താണ് 153 പോലീസുകാർ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ എന്താണ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം എന്താണ് 2021-22 175 കസ്റ്റോഡിയൽ ഡെത്തുകൾ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പോലീസ് റിപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ ജസ്റ്റിസ് റിപ്പോർട്ട് പ്രകാരം വെറും 10.5% സ്ത്രീകളെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ എന്താണ് 3 പോലീസ് സ്റ്റേഷൻസ് എടുക്കും, അതിൽ ഒന്നിൽ മാത്രമേ എന്തുള്ളൂ CCTV ഉള്ളൂ. ഇതൊക്കെ എന്താണ് ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ടിൽ പറയുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പല കമ്മിറ്റീസ് വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം വന്നാണ് 1977-81 കാലഘട്ടത്തിലെ നാഷണൽ പോലീസ് കമ്മീഷൻ. പിന്നീട് 1995 എന്താണ് റിബാരിയോ കമ്മിറ്റി, ആൻഡ് 2000 ഏതാണ് റാം പത്മനാഭ് കമ്മിറ്റി, 2002-2003 മലിമത് കമ്മിറ്റി, 2005 എന്താണ് പോലീസ് ആക്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ആൻഡ് 2006 ഏതാണ് സുപ്രീം കോർട്ട് ഡയറക്ഷൻസ് ഇൻ പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. അതുപോലെ തന്നെ എന്താണ് 2007 ഏതാണ് സെക്കൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ, 2012-13 ജസ്റ്റിസ് JS വർമ്മ കമ്മിറ്റിയും, 2015 പോലീസ് ആക്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി 2 വന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളെടുത്ത ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സ്മാർട്ട് പോലീസിംഗ് ആണ്. അത് പാൻ ഇന്ത്യയുടെ അടുത്തൊരു ഇനീഷ്യേറ്റീവ് ആണ്. എന്താണ് ഓട്ടോമാറ്റഡ് മൾട്ടി മോഡൽ ബയോമെട്രിക് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മഹാരാഷ്ട്രയിലാണ്. അതുപോലെ തന്നെ റിയൽ ടൈം വിസിറ്റർ മോണിറ്ററിംഗ് സിസ്റ്റം, അത് AI ആൻഡ് ബ്ലോക്ക് ചെയിൻ മെത്തേഡ് ഉപയോഗിച്ച് ആന്ധ്രാപ്രദേശിൽ. അതുപോലെ തന്നെ സൈബർ ഡ്രോമകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ടെക് ആൻഡ് RD സെൻറ്റർ കേരളത്തിലാണ് കാണാൻ പറ്റുക. ഇനി നമുക്കിതിൽ നേരിടുന്ന പ്രധാനപ്പെട്ട ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ലോ പോലീസ് പോപ്പുലേഷൻ റേഷ്യോ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സൂപ്പർ ഇമ്പോസിഷൻ, അതുപോലെ തന്നെ അൺസാറ്റിസ്ഫാക്ടറി പോലീസ് പബ്ലിക് റിലേഷൻസ്, ഇൻഫ്രാ ഡെവലപ്മെൻറ്റ്, കറപ്ഷൻ, അണ്ടർ റേറ്റഡ് ഓവർ ബേർഡൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നിലവിൽ ചലഞ്ചസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഓർത്ത് വയ്ക്കേണ്ട ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മിറ്റീസും കമ്മീഷൻസും അതുപോലെ തന്നെ എന്താണ് റിലേറ്റഡ് ഡാറ്റയും എന്താണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് വണ്ണാണ് ഇത് ആർട്ടിക്കിൾ 72 ആൻഡ് 161. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? റീസെൻ്റ്ലി ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഹാസ് ഡിനൈഡ് ദ mercy petition of a Pakistani national sentenced to death for the 2000 Red Fort terrorist attack.
ഇതാണ് ഇത് എവിടെ വരാനുള്ള കാരണം, ന്യൂസിൽ വരാനുള്ള കാരണം. അതിൽ ആർട്ടിക്കിൾ 72 എന്ന് പറയുന്നത് എന്താണ്? ദ പ്രസിഡന്റ് ഷാൽ ഹാവ് ടു പവർ ടു ഗ്രാൻഡ് പാർഡൺ, റെസ്പൈറ്റ് ആൻഡ് റെമിഷൻസ് ഓഫ് ദ പണിഷ്മെൻറ്റ് ഓഫ് സസ്പെൻഡ്, റെമിറ്റ് ഓർ കമ്മ്യൂട്ട് ദ സെൻറ്റൻസസ് ഓഫ് എനി പേഴ്സൺ കൺവിക്റ്റഡ് ബൈ ഒഫൻസസ്. അതായത് ആർട്ടിക്കിൾ 72 എന്ന് പറയുന്നത് എന്താണ്? പ്രസിഡൻറ്റിൻ്റെ പാർഡണിങ് പവേഴ്സാണ്. ഓക്കെ, അതായത് എന്താണ്? ഒരാളെ തൂക്കിക്കൊല്ലണ്ട അല്ലെങ്കിൽ കാലാവധിയിലൊക്കെ വ്യത്യാസം വരുത്താനുള്ള അധികാരമാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? ഇതിൽ ഏതും കൂടി ഇൻക്ലൂഡഡ് ആണ്. കോർട്ട് മാർഷലുമായി ബന്ധപ്പെട്ട കേസുകൾ കൂടി എന്ത് ചെയ്യാം? പ്രസിഡന്റിന് തീരുമാനമെടുക്കാം. അതുപോലെ തന്നെ ഇൻ ഓൾ കേസസ് വെർ ദ പണിഷ്മെൻറ്റ് ഓർ സെൻറ്റൻസ് ഈസ് ഫോർ എൻ ഒഫൻസ് അഗെയിൻസ്റ്റ് എനി ലോ റിലേറ്റിംഗ് ടു മാറ്റർ വിച്ച് എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ യൂണിയൻ എക്സ്റ്റെൻസ്. അതുപോലെ തന്നെ എന്താണ്? ബാക്കിയുള്ള കാര്യങ്ങളിൽ പ്രസിഡന്റ് അധികാരം നീട്ടിക്കൊടുക്കണമെങ്കിൽ യൂണിയനെ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഡെത്ത് സെൻറ്റൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അല്ലേ, ഉദാഹരണമായിട്ട് ഒരാളെ തൂക്കിക്കൊള്ളണമോ വേണ്ടയോ എന്നൊക്കെ വയ്ക്കാനുള്ള ഏറ്റവും അവസാനത്തെ അധികാരം ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? അത് പ്രസിഡന്റിനാണ്. ഇതാണ് ഇതിൽ പറയുന്നത് ആർട്ടിക്കിൾ 72 പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഇനി അതേസമയം ആർട്ടിക്കിൾ 161 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ അധികാരം ഗവർണർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതേ അധികാരം എന്ത് ചെയ്യുന്നുണ്ട്? ഗവർണർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് സ്റ്റേറ്റാണ് എന്ത് ചെയ്യുന്നത്? എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ചില വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് എന്താണ്? ചില കാര്യങ്ങൾ, ഉദാഹരണമായിട്ട് കോർട്ട് മാർഷലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, തീരുമാനമെടുക്കാൻ ഗവർണർക്ക് എന്തില്ല, അധികാരമില്ല. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? അത്തരം കാര്യങ്ങളിലൊന്നും എന്ത് ചെയ്യരുത്, ഗവർണർ ഇടപെടരുത് എന്നുള്ളതാണ്. ഇതാണ് പ്രധാനമായിട്ടും പ്രസിഡൻറ്റും അതുപോലെ തന്നെ ഗവർണറും തമ്മിലുള്ള എന്താണ് ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ന്യൂസാണ് എന്താണ്? ഇലക്ട്രോണിക് ഇൻ്റർലോക്കിംഗ്. EI ആണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. ഓക്കെ, എന്താണ് ന്യൂസ്? റീസെൻ്റ്ലി ദ കൊളീഷൻ അറ്റ് രംഗപാണി ഇൻവോൾവിംഗ് ദ കാഞ്ചൻജംഗ എക്സ്പ്രസ് ഹൈലൈറ്റ്സ് ദ നെസസിറ്റി ഓഫ് ദ എൻഹാൻസ്ഡ് സേഫ്റ്റി മെഷേഴ്സ്. ഓക്കെ, ഇതാണ് ന്യൂസ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം എന്താണ് ഇലക്ട്രോണിക് ഇൻ്റർലോക്കിംഗ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് എംപ്ലോയ്സ് കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റംസ് ആൻഡ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് ടു കൺട്രോൾ സിഗ്നൽസ്, പോയിൻറ്റ്സ് ആൻഡ് ലെവൽ ക്രോസിംഗ് ഗേറ്റ്സ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത് എന്ന് വിളിക്കുന്നത്? ഇലക്ട്രോണിക് ഇൻ്റർലോക്കിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുന്നത്? ഇലക്ട്രോണിക് ഇൻ്റർലോക്കിംഗ് എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? അൺലൈക്ക് conventional relay interlocking systems, EI utilize software and electronic components to manage the interlocking logic, and the EI ensures the synchronization of all elements to facilitate uninterrupted train movement. അതായത് ഇവരെന്ത് ചെയ്യും? അൺഇൻറ്ററപ്റ്റഡ് ട്രെയിൻ മൂവ്മെൻറ്റിനെ എന്ത് ചെയ്യും? സഹായിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ എന്താണ് പ്രത്യേകത എന്ന് വിളിക്കുന്നത്? ആൻഡ് ആസ് ഓഫ് 2022 888 സ്റ്റേഷൻസ് ഇൻ ഇന്ത്യ were equipped with an electronic interlocking. അതായത് 2022 എന്ത് ചെയ്തിട്ടുണ്ട്? ഏകദേശം 2888 റെയിൽവേ സ്റ്റേഷൻസ് ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? 45.5% ഇന്ത്യൻ റെയിൽവേ നെറ്റ്വർക്കും നിലവിൽ ഏതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഇത്തരം സംവിധാനങ്ങളുടെ ഭാഗമാണ് എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്? ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ് ന്യൂസ്? യുനെസ്കോസ് ഹെറിറ്റേജ് സൈറ്റ്സ് റിലേറ്റഡ് ടു ബുദ്ധിസമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ന്യൂസ് നോക്കാം എന്താണ്? റീസെൻ്റ്ലി ദ ക്യാമ്പസ് ഓഫ് നളന്ദ യൂണിവേഴ്സിറ്റി വാസ് ഫോർമലി ഇനാഗുറേറ്റഡ് ബൈ ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇതാണ് ന്യൂസ് വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ വന്നിരിക്കുക. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ബുദ്ധിസവുമായി ബന്ധപ്പെട്ട യുനെസ്കോൻ്റെ ഹെറിറ്റേജ് സൈറ്റുകൾ എന്നുള്ളതാണ്. ആദ്യത്തെ ഏതാണ്? ആർക്കിയോളജിക്കൽ സൈറ്റ് ഓഫ് നളന്ദ മഹാവീര അറ്റ് നളന്ദ ബീഹാറാണ്. അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് മോണമെൻറ്റ്സ് അറ്റ് സാഞ്ചി മധ്യപ്രദേശ്. അതുപോലെ തന്നെ മഹാബോധി ടെമ്പിൾ കോംപ്ലക്സ് അറ്റ് ബോധ്ഗയ ബീഹാർ. അതുപോലെ തന്നെ അജന്ത കേവ്സ് ഔറംഗാബാദ് മഹാരാഷ്ട്ര. അതുപോലെ തന്നെ ദ ബുദ്ധിസ്റ്റ് ചാൻഡിങ് ഓഫ് ലഡാക്ക് വാസ് ഇൻക്ലൂഡഡ് ഇൻ യുനെസ്കോസ് റെപ്രസെൻറ്റേറ്റീവ് ലിസ്റ്റ് ഹ്യൂമനിറ്റീസ് ഇൻക്രെഡിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഇൻ 2012. ഇത്രയും സൈറ്റുകളാണ് എന്താണ് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റുമായിട്ട് ബുദ്ധിസവുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് ന്യൂസാണ് ഏതാ? ഈ ശ്രം പോർട്ടൽ. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? റീസെൻ്റ്ലി ദ ഈശ്രം പോർട്ടൽ വാസ് ഷോക്കേസ്ഡ് ബൈ എൻ ഇന്ത്യൻ ഡെലിഗേഷൻ ലീഡ് ബൈ ദി സെക്രട്ടറി
Ministry of Labour and Employment during the 112th International Labour Conference held on 4th June 2024 at Geneva, Switzerland. ഇതാണിത് ന്യൂസിൽ വരാനുള്ള കാരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് ഈസ്റ്റേൺ പോർട്ടൽ എന്ന് പറയുന്നത്? ഇതൊരു നാഷണൽ ഡാറ്റാ ബേസ് ആണ്. ആരുടെയാണ്? അൺഓർഗനൈസ്ഡ് വർക്കേഴ്സിൻ്റെ എന്താണ് നാഷണൽ ഡാറ്റാ ബേസ് ആണ് ഏത് എന്ന് വിളിക്കുന്നത്. ഈ ഈസ്റ്റേൺ പോർട്ടൽ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റാം. അതിൽ തന്നെ പല മേഖലകളിലുള്ളവരുണ്ട്. ഉദാഹരണമായിട്ട് ഈ ബ്ലൂ കളറുള്ള കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഉണ്ട്, മൈഗ്രൻ്റ് വർക്കേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ജിഗ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് ഉണ്ട്, സ്ട്രീറ്റ് വെൻഡേഴ്സ്, ഡൊമസ്റ്റിക് വെൻഡേഴ്സ്, അഗ്രികൾച്ചർ വർക്കേഴ്സ്, അതർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ഒക്കെയാണ് ഇതിൽ കാണാൻ പറ്റുക. ഇനി എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഉദാഹരണമായിട്ട് എന്താണ് കംപ്ലീറ്റ് അൺഓർഗനൈസ്ഡ് വർക്കേഴ്സിൻ്റെ ലിസ്റ്റാണ് ഏതെന്ന് വിളിക്കുന്നത് ഈസ്റ്റേൺ പോർട്ടൽ. അതുപോലെ തന്നെ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവറേജ് കിട്ടും PMSBY വഴി. അതുപോലെ തന്നെ 2 ലക്ഷം രൂപ എന്താണ് ആക്സിഡൻ്റൽ ഡെത്തിന്, അതുപോലെ തന്നെ പെർമനൻറ്റ് ഡിസേബിലിറ്റിക്ക് 1 ലക്ഷം രൂപ എന്ത് ചെയ്യും കിട്ടും. അതുപോലെ തന്നെ പാർഷ്യലി ഡിസേബിലിറ്റിക്ക് ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഓൾറെഡി കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് സെൻട്രൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും എന്താണ് അസിസ്റ്റൻസ് കൊടുക്കുന്നതിനും ഇത് സഹായകമാണ് എന്നുള്ളതാണ്. ഈ ഈസ്റ്റേൺ പോർട്ടൽ സഹായകമാണ് എന്നുള്ള ഇതിൻ്റെ ബെനിഫിറ്റാണ് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ന്യൂസാണ് എന്ത് പ്രോട്ടം സ്പീക്കർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതെന്താണ് ന്യൂസ് ആവാനുള്ള കാരണം? ബന്ധുഹാരി മൻഹാബ് ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റഡ് ഓത്ത് ബൈ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആസ് പ്രോട്ടം സ്പീക്കർ ഓഫ് 18th ലോക്സഭ. അതായത് 18ാമത്തെ ലോക്സഭയുടെ പ്രോട്ടം സ്പീക്കറായിട്ട് എന്ത് ചെയ്തു ഈ വ്യക്തിയെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ന്യൂസിൽ വരാനുള്ള എന്താണ് കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രോട്ടം സ്പീക്കർ, അദ്ദേഹത്തിൻ്റെ റോൾ എന്തൊക്കെയാണ് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക, ആരാണ് പ്രോട്ടം സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പിന്നെ സ്പീക്കർ ഉണ്ടാവില്ല അല്ലേ, ഒരു താൽക്കാലിക സ്പീക്കറായിട്ട് അവിടെ ഒരാളെ വേണം. അദ്ദേഹത്തെ വിളിക്കുന്നതാണ് ഇത് പ്രോട്ടം സ്പീക്കർ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 95 ക്ലോസ് 1 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് ഒരു പ്രോട്ടം സ്പീക്കറെ ആരെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക, പ്രസിഡൻറ്റ് അപ്പോയിൻറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, എന്താണ് പ്രോട്ടം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ദ ടൈം ബീയിങ് എന്നുള്ളതാണ് ഏത് വാക്കിൻ്റെ അർത്ഥം, പ്രോട്ടം എന്നുള്ള വാക്കിൻ്റെ എന്താണ് അർത്ഥമായിട്ട് പറയുന്നത്. The Protem Speaker is appointed to preside over the sitting of the newly elected house. Usually the senior most member of house is made by Protem Speaker. അതായത് എന്താണ് ആ ഹൗസിലുള്ള, അതിപ്പോൾ ലോക്സഭയാണെങ്കിൽ ലോക്സഭയിലുള്ള ഏറ്റവും സീനിയറായ അംഗത്തെയാണ് നമ്മൾ എന്തായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക, പ്രോട്ടം സ്പീക്കറായിട്ട് എന്ത് ചെയ്യുന്നത് അപ്പോയിൻറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള ബാക്കിയുള്ള കാര്യങ്ങളാണ് എന്താണ്. വെൻ ദ ന്യൂ സ്പീക്കർ ഈസ് ഇലക്റ്റഡ് ബൈ ദ ഹൗസ് ദ ഓഫീസ് ഓഫ് പ്രോട്ടം സ്പീക്കർ സീസസ് ടു ബി എക്സിറ്റ്. ഓക്കെ, അതായത് എന്താണ് പുതിയ സ്പീക്കർ വരുന്നത് വരെയുള്ളൂ ആരുടെ ജോലി എന്ന് വിളിക്കുന്നത് പ്രോട്ടം സ്പീക്കറുടെ എന്താണ് ജോലി എന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രോട്ടം സ്പീക്കർക്ക് എന്തില്ല ഡ്യൂട്ടീസ് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസാണ്. ഓക്കെ, എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് പറയുന്നത്? ദ പ്രോട്ടം സ്പീക്കർ പ്രിസൈഡ്സ് ഓവർ ദ ഫസ്റ്റ് സിറ്റിംഗ് ഓഫ് ലോക്സഭ ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓഫ് ദി ഓത്ത് ഓഫ് ദ ഓഫീസ് ന്യൂലി ഇലക്റ്റഡ് MPs. ഓക്കെ, ഇപ്പോൾ പുതിയ ആളുകളെ പുതിയ MPsനെ ഇലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓത്ത് ആൻഡ് അഫർമേഷൻസ് ഒക്കെ ചൊല്ലിക്കൊടുക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് പ്രോട്ടം സ്പീക്കറാണ് എന്നുള്ളതാണ്. കൂടെ പറയുന്നത് എന്താണ് ടു കണ്ടക്ട് ദ വോട്ട് ഫോർ ദ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഈ ആൾസോ അഡ്മിനിസ്ട്രേറ്റഡ് ദ ഫ്ലോർ ടെസ്റ്റ്. അതുപോലെ തന്നെ എന്താണ് പുതിയ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്, അതുപോലെ തന്നെ എന്താണ് പുതിയ ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കുന്ന സമയത്തൊക്കെ എന്താണ് ഇദ്ദേഹമായിരിക്കും അതിന് നേതൃത്വം കൊടുക്കുക. കാരണം അവിടെ വേറെ സ്പീക്കർ ഇല്ലാത്തത് എന്താണ് ഇദ്ദേഹമായിരിക്കും എന്ത് ചെയ്യുക നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് ഏതിൻ്റെ പ്രത്യേകത പ്രോട്ടം സ്പീക്കറുടെ പ്രത്യേകത. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ എന്താണ് പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് എന്നുള്ള പേരിൽ എന്താണ് അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്താണ് 85th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2001 ആണ്. ഓക്കെ, എന്താണ് 86th അമെൻമെൻറ്റ് ആക്ട് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇതെന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം എന്താണ്? റീസെൻ്റ്ലി ദ പാറ്റ്ന ഹൈക്കോർട്ട് സ്ട്രക്ക് ഡൗൺ ദ ബീഹാർ ഗവൺമെൻറ് ഡിസിഷൻ ടു ഇൻക്രീസ് ദ റിസർവേഷൻ കോട്ട ഫ്രം 50 to 65% ബാക്ക്വേർഡ് ക്ലാസ്സസ്, എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. അതായത് നിലവിൽ എന്ത് ചെയ്യുന്നുണ്ട് ബീഹാർ ഗവൺമെൻറ് എന്ത് ചെയ്തു
ഈ റിസർവേഷൻ 50% നിന്നും 65% തീരുമാനിച്ചു. ആർക്ക്? ഈ ബാക്ക്വേർഡ് ക്ലാസ്സസിന്, അതുപോലെ തന്നെ എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസ്സസിന്, ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും, ഇവിടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഗവൺമെൻറ് ജോലികളിലും. ഓക്കെ, അത് വേണ്ട എന്നാര് വെച്ചിട്ടുണ്ട്? പാറ്റ്ന ഹൈക്കോർട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്തായി വരാനുള്ള കാരണം? ന്യൂസായി വരാനുള്ള എന്താണ് റീസൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് 85th Amendment Act എന്ന് വിളിക്കുന്നത്. It introduced the concept of consequential seniority for SC/ST candidate promoted through the reservation. This applied retrospectively to June 1995. അതായത് എന്താണ്? 1995 ജൂൺ 1995 മുതൽ ഇത് അപ്ലൈഡ് ആണ്. എന്താണ് പറയുന്നത്? ഉദാഹരണമായിട്ട് SC/ST കാൻഡിഡേറ്റ്സിന് സീനിയോറിറ്റി നോക്കി എന്ത് ചെയ്യാം? പ്രൊമോഷൻസിൽ ചെയ്ത് കൊടുക്കാം. ഏത്? നമ്മുടെ റിസർവേഷൻ കൊടുക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ കോൺസിക്വൻ്റൽ സീനിയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ കൺസെപ്റ്റ് ഓഫ് ഗ്യാതറിംഗ് സീനിയോറിറ്റി ടു ദി ഗവൺമെൻറ് സർവൻസ് ബിലോങ് ടു SC/ST ഇൻ കേസസ് ഓഫ് പ്രൊമോഷൻ ടു റിസർവേഷൻ റൂൾസ് ആണ്. ഓക്കെ, അതായത് ഇവരുടെ സീനിയോറിറ്റി നോക്കിയിട്ട് എന്ത് ചെയ്യാം? അതിലും റിസർവേഷൻ കൊടുക്കുക എന്നുള്ളതാണ് എന്ത്? ഈ 85th Amendment Act എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ന്യൂസിൽ വരാനുള്ളത്. നമ്മൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. സാധാരണ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമല്ല അത്. 85th അത്ര ഇമ്പോർട്ടൻ്റ് ആയി കൊടുക്കുന്ന കാര്യമല്ല, പക്ഷേ ഇത് ഓർത്ത് വയ്ക്കുക, ചിലപ്പോൾ വരാനുള്ള സ്റ്റാറുണ്ട്. അതുപോലെ തന്നെ 103ാമത്തെ Amendment Act ഇമ്പോർട്ടൻ്റ് ആണ്. 2019 ഇത് വരുന്നത്. 103ാമത്തെ Amendment Act എന്താണ് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് EWS റിസർവേഷൻ, അതായത് എക്കോണമിക്കലി വീക്കർ സെഷനിലുള്ളവർക്ക് എന്ത് ചെയ്യുക? റിസർവേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഏതിൽ പറയുന്നത്? ഈ 103ാമത്തെ Amendment Actൽ എന്ത് ചെയ്യുന്ന പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, 10% റിസർവേഷനാണ് എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16 എന്ത് ചെയ്യുന്നത്? ഈ EWS എഴുതി ചേർത്തുള്ളത്. എവിടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 15 Clause 6 16 Clause 6 എന്തിനു പറയുന്നത്? ഈ EWS റിസർവേഷനെ കുറിച്ച് എന്ത് ചെയ്യുന്നത്? പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് പിന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്താണ്? ഇറ്റ് വാസ് ഇനാക്റ്റഡ് ടു പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് ദ പൂർ കവേർഡ് ബൈ ദ 50% ഓഫ് റിസർവേഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് സോഷ്യലി എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ്. ഇത് ഓൾറെഡി അതിൽ ഇൻക്ലൂഡഡ് ആണ്. എല്ലാം കൂടി 50% ആണ് ഉണ്ടാവുള്ളൂ എന്നും എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്? സെൻട്രൽ ഗവൺമെൻറ്റിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും എന്താണ്? ഈ EWS റിസർവേഷൻ ബാധകമാണ് എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്? ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഏതിൽ പറയുന്നത്? ഇതിൽ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് വണ്ണാണ് ഏത്? വാട്ട് ആർ ദ ഇനിഷ്യേറ്റീവ് റിഫോം ദി എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതെന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം? റീസെൻ്റ്ലി ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ abruptly cancelled the June 2024 edition of the UGC NET exam. Additionally, there were the allegations regarding the fairness of the NEET UG exam, citing the potential compromise of its integrity and fairness. ഇതാണ് ഇത് എന്തിൽ വരാൻ കാരണം? ന്യൂസിൽ വരാനുള്ള കാരണം എന്ന് വിളിക്കുന്നത്. ഇനി ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം റിഫോംസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതികൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന്, 2009 ഏതാണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഏതിൻ്റെ ഭാഗമാണ്? ഇതിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 ഏതിൻ്റെ ഭാഗമാണ്? ഇതിൻ്റെ ഭാഗമാണ്. സർവശിക്ഷ അഭിയാൻ ഇതിൻ്റെ ഭാഗമാണ്. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ ഇതിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ എന്താണ്? രാഷ്ട്രീയ ഉച്ചത ശിക്ഷാ അഭിയാൻ ഇതിൻ്റെ ഭാഗമാണ്? ഇതിൻ്റെ ഭാഗമാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇതിൻ്റെ ഭാഗമായി വന്നതാണ്. നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്ക് എന്താണ്? ഇതിൻ്റെ ഭാഗമായിട്ട് എന്താണ് വന്നതാണ് എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ ഇതൊക്കെ ഏതിൻ്റെ ഭാഗമായി വന്നതാണ്? ഇതിൻ്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ക്ലിയർ? ഇനി നെക്സ്റ്റ് ന്യൂസ് എന്താണ്? നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷനാണ് അല്ലേ? ഗ്രീൻ ഹൈഡ്രജൻ എന്താണ്? നമ്മൾ പലതവണ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. അല്ലെങ്കിൽ എന്താണ് ഗ്രീൻ ഹൈഡ്രജൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ എന്താണ് നമ്മൾ പലതവണയായിട്ട് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? വീണ്ടും ന്യൂസ് വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ന്യൂസ് എന്ന് വിളിക്കുന്നത്? റീസെൻ്റ്ലി ദ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി MRNE ഹാസ് ഇൻക്രീസ്ഡ് ദ ഇയർലി അലോക്കേഷൻ ഓഫ് ഗ്രീൻ അമോണിയ ഫോർ ദി ഫെർട്ടിലൈസർ സെക്ടർ ഫ്രം ദ 5,15,000 to 7,15,000 tons to meet the rising demand.
എൻഹാൻസിങ് ദ സപ്പോർട്ട് ഫോർ ഗ്രീൻ ഹൈഡ്രജൻ ഇൻ ഇന്ത്യ. ഇതാണ് ഇതെന്തായി വരാനുള്ള കാരണം, ന്യൂസായി വരാനുള്ള എന്താണ് കാരണം എന്ന് വിളിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എന്ന് പറയുന്നത്. മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയുടെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് വരുന്നതായിട്ട് കാണാൻ പറ്റുക. ഇനി ഇതിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, സ്ട്രാറ്റജിക് ഇൻ്റർവെൻഷൻ ഓഫ് ഗ്രീൻ ഹൈഡ്രജൻ ട്രാൻസിഷൻ പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ഹൈഡ്രജൻ ഇന്നൊവേഷൻ പാർട്ട്ണർഷിപ്പും ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഓക്കെ, അത് ഷിപ്പ്, അതുപോലെ തന്നെ എന്താണ് PPP ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതുപോലെ തന്നെ എന്താണ് പിന്നെ പറയുന്നൊരു കാര്യം എന്താണ്, ഡീകാർബോണൈസ് എനർജി ഇൻഡസ്ട്രി മൊബിലിറ്റി സെക്ടറിൻ്റെ ഒബ്ജക്റ്റീവാണ്. അതുപോലെ തന്നെ ഡെവലപ്പ് ഇൻഡിജിനിയസ് മാനുഫാക്ചറിങ് കപ്പാസിറ്റീസ്, ക്രിയേറ്റ് എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റീസ് ഫോർ GH2 ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഏകദേശം 2030 ആകുമ്പോഴേക്ക് ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 5 MMT ഗിഗാഹർട്സ് ആനുവൽ പ്രൊഡക്ഷനാണ്. അതുപോലെ തന്നെ 1 ലക്ഷം ക്രോർ ഫോസിൽ ഫ്യൂവൽ എനർജി എന്ത് ചെയ്യുക, സേവ് ചെയ്യുക, 6 lakh ജോബുകൾ ആൻഡ് 50 MMT CO2 ആനുവൽ എമിഷൻ അവേർട്ടഡ് ആൻഡ് 6 lakh കോർ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നത്, ഇതിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്, ഈ ഹൈഡ്രജനും ഗ്രീൻ ഹൈഡ്രജനും പല ടൈപ്പ് ഉണ്ട്. ഉദാഹരണമായിട്ട് ഗ്രേ ഹൈഡ്രജൻ ഉണ്ട്, അതായത് നാച്ചുറൽ ഗ്യാസ് ടു ഹൈഡ്രജൻ. അതുപോലെ തന്നെ ബ്ലൂ ഹൈഡ്രജൻ ഉണ്ട്, അത് നാച്ചുറൽ ഗ്യാസ് ടു ഹൈഡ്രജൻ ആണ്. ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഗ്രീൻ ഇലക്ട്രിസിറ്റി, വാട്ടർ, റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് എന്താണ് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ബ്ലൂ ഹൈഡ്രജൻ എന്താണ്, അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ആണ് എന്നുള്ളത് ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ബേസിക്കായിട്ട് എന്താണ് ഗ്രീൻ ഹൈഡ്രജൻ എന്നുള്ള കാര്യം എന്ത് ചെയ്താൽ മതി, നമ്മൾ മനസ്സിലാക്കിയാൽ മതി എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ അത്തരം കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് വണ്ണാണ് ഒഡീഷ എക്സ്റ്റെൻഡഡ് ഹോക്കി സ്പോൺസർഷിപ്പാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. എന്താണ് ന്യൂസ്? റീസെൻ്റ്ലി ദ ഒഡീഷ ഗവൺമെൻറ് ഡിസൈഡ് ടു എക്സ്റ്റെൻഡ് ഇറ്റ്സ് ഹോക്കി സ്പോൺസർഷിപ്പ് അണ്ടർ 2036 വിച്ച് മാർക്സ് ദ സെഞ്ച്വറി ഓഫ് ഒഡീഷാസ് പെർഫോമൻസ് ആസ് ദ സ്റ്റേറ്റ് ഇൻ 1936. ഇതാണ് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ട ഇത് ഒളിമ്പിക് ഗെയിംസും ഇയറും മെഡൽ ബോണുമാണ്. ഉദാഹരണമായിട്ട് ആംസ്റ്റർഡാമാണ് 1928 ഏതായിരുന്നു ഗോൾഡ് ആണ് കിട്ടിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ലോസ് ഏഞ്ചൽസ് 1932 എന്താണ് ഗോൾഡാണ്. ബെറൈൻ 1936 ഗോൾഡ്. ലണ്ടൻ 1948 എന്താണ് ഗോൾഡ്. ഹെലൻസ്കി 1952 എന്താണ് ഗോൾഡ്. മെൽബോൺ 1956 ഗോൾഡാണ്. റോം 1960 എന്താണ് സിൽവർ. ടോക്കിയോ 1964 എന്താണ് ഗോൾഡ്. മെക്സിക്കോ സിറ്റി 1968 ബ്രോൺസ്. ആൻഡ് മുൻഷ് 1922 എന്താണ് ബ്രോൺസ് ആണ്. മോസ്കോ 1980 എന്താണ് ഗോൾഡ്. ആൻഡ് ടോക്കിയോ 2020 ബ്രോൺസ് ആണ് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മൾ കാണാൻ പറ്റുക. ഇതിൽ പ്രധാനമായിട്ടും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 1-2 മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, നോക്കി വെച്ചാൽ മതി എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് വണ്ണാണ് ഇത് ഇമ്പാക്റ്റ് ഓഫ് GST ആണ് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. എന്നാണ് പറയുന്നത്, റീസെൻ്റ്ലി ദ 53rd മീറ്റിംഗ് ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൗൺസിൽ ഹാസ് അപ്രൂവ്ഡ് സെവറൽ മെഷേഴ്സ് ടു ഈസ് കംപ്ലൈൻറ്റ്സ് ഫോർ ദ സ്മോൾ ബിസിനസ് എക്സെപ്റ്റിംഗ് ദ ഹോസ്റ്റൽ അക്കോമഡേഷൻ റെയിൽവേ സർവീസസ് എക്സെട്ര. ഇതാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരമൊരു ന്യൂസ് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് വിളിക്കുന്നത്. ഒന്നെന്താണ് ഡ്യുവൽ മോണിറ്ററിങ് ഓൺ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ടാക്സ് ഇവേഷനാണ് എന്താണ് എക്കോണമി ഇമ്പാക്റ്റുകളുടെ ഏത് ഒന്നാമത്തെ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ബെറ്റർ കംപ്ലയിൻറ്റ്സ് ത്രൂ റിയൽ ടൈം മാച്ചിങ് സപ്ലയർ ആൻഡ് പർച്ചേസ്. റിയൽ ടൈം എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലയിൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, റിപ്പോർട്ട് ചെയ്യാൻ പറ്റും, അതെന്ത് ചെയ്യാൻ പറ്റും, പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതൊക്കെ ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ റിഡക്ഷൻ ദ അപ്രോക്സിമേറ്റ് Rs 1.8 lakh crore ആനുവൽ ലോസ് ഡ്യൂ ടു എക്സൈസ് ഡ്യൂട്ടി എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഏകദേശം 1.5 ലക്ഷം കോടി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ടാക്സ് സെക്ഷൻസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ടാക്സ് ക്രെഡിറ്റ് ലോവർ ദെയർ ടാക്സ് ബേർഡൻ ഇംപ്രൂവ് പ്രോഫിറ്റ് മാർജിൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ടാക്സ് ക്രെഡിറ്റുകൾ കുറയാൻ തുടങ്ങി. അതായത് അവർക്ക് ടാക്സ് ബേർഡൻ എന്ത് ചെയ്യാൻ തുടങ്ങി, മീൻസ് കുറയാൻ തുടങ്ങി എന്നുള്ള എന്താണ് ഈ ഇതിൻ്റെ മീൻസ് ഇതിൻ്റെ എന്താണ് ഒരു ഇമ്പാക്റ്റാണ്. അതായത് പണ്ട് കൊടുത്ത അത്രയും എന്ത് ചെയ്യണ്ട ടാക്സ് കൊടുക്കണ്ട എന്നുള്ളത്. ഓക്കെ,
അപ്പോൾ അത് കമ്പനികൾക്ക് വരുന്ന എന്താണ് അതുകൊണ്ട് അവർക്ക് അവിടെ പ്രോഫിറ്റ് ഇതാക്കാം. അതുപോലെ തന്നെ നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ടാക്സ് പർപ്പസസ്. അതുപോലെ തന്നെ എന്താണ് യൂണിഫോം ടാക്സായി മാറി രാജ്യം മൊത്തം സ്മൂത്ത് ആൻഡ് മൂവ്മെൻറ്റ് പ്രൊഡക്റ്റായി. അതുപോലെ തന്നെ വൺ ടൈം ഇൻക്രീസ് ഇൻ ദ കംപ്ലയിൻസ് കോസ്റ്റ് ലൈക്ലി എന്നുള്ളത്. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ സാധിക്കുക എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ഈ കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് പ്രൊഡക്റ്റ് ആർ ലൈക്ലി ടു ബി ലെസ് എക്സ്പെൻസീവായി മാറി. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്, ട്രാവൽസ്, മൊബൈൽ ബിൽസ്, ഇൻഷുറൻസ് പ്രീമിയം എന്നൊക്കെ പറയുന്നത് എന്താണ്, കോസ്റ്റ് കൂടി. അതുപോലെ തന്നെ മൊബൈൽ, ജ്വല്ലറി, സം റെഡിമെയ്ഡ് വിയർ ഇൻ സം സ്റ്റേറ്റ്സ് മേ ബി കോസ്റ്റ് മോർ എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇനി ഇതിൻ്റെ ഭാഗമല്ലാത്ത ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ആൽക്കഹോൾ ഇതിൻ്റെ ഭാഗമല്ല, പെട്രോളിയം ഇതിൻ്റെ ഭാഗമല്ല, റിയൽ എസ്റ്റേറ്റ് ഒന്നും ഏതിൻ്റെ ഭാഗമല്ല, ഈ GSTയുടെ എന്തല്ല ഭാഗമല്ല എന്നുള്ളതൊക്കെ ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ്. അതായത് GST എല്ലാം കവർ ചെയ്യുന്നില്ല. ഇപ്പോൾ ആൽക്കഹോളും പെട്രോളിയം ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നമ്മൾ അതിൽ എന്താണ് വാറ്റ് പോലുള്ള, അതായത് വാല്യൂ ആഡഡ് ടാക്സ് പോലുള്ള സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള എന്താണ് ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ ഏതിൻ്റെയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് 1898. എന്താണ് ന്യൂസ്? റീസെൻ്റ്ലി ദ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് 2023 കെയിം ഇൻ ടു ഫോഴ്സ് റിപ്പീലിംഗ് ദ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് 1898. ഇതാണ് ന്യൂസിൽ വരാനുള്ള കാരണം. അതായത് 1898 ജൂലൈയിലാണ് എന്ത് പാസ്സാക്കുന്നത്, 1 ജൂലൈയിലാണ് എന്ത് പാസ്സാക്കുന്നത്, ഉദാഹരണമായിട്ട് പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു ആക്ട് പാസ്സാക്കുന്നത്. അതായത് ഇതിനെ കൺസോളിഡേറ്റ് ചെയ്യുക എന്നുള്ളതോടുകൂടി എന്ത് ചെയ്യുന്നത്, പാസ്സാക്കുന്നത്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ദ റെഗുലേഷൻ ഓഫ് ദ പോസ്റ്റൽ സർവീസസ് ഓഫേർഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. അതായത് സെൻട്രൽ ഗവൺമെൻറ് ഓഫർ ചെയ്യുന്ന പോസ്റ്റൽ സർവീസുകളെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഗ്രാൻസ് ദ സെൻട്രൽ ഗവൺമെൻറ് എക്സ്ക്ലൂസീവ്ലി പ്രിവിലേജ് ഓവർ കൺവേയിങ് ലെറ്റേഴ്സ് ആൻഡ് എസ്റ്റാബ്ലിഷസ് മോണോപ്പൊളി ദ സെൻട്രൽ ഗവൺമെൻറ് ഓവർ ദ കൺവേയിങ് ലെറ്റേഴ്സ്. അതായത് ഈ ലെറ്റേഴ്സ് കൊടുക്കുക, ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ മോണോപ്പൊളി എന്ന് പറയുന്ന ആൾക്കാണ് കൊടുത്തിരിക്കുന്നത്, സെൻട്രൽ ഗവൺമെൻറ്റാണ് കൊടുത്തിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഈ 1898 ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ടിൽ പറയുന്നത്. പക്ഷേ അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ 2023 ക്രമാതീതമായ രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്താണ് ന്യൂസ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് വേൾഡ് മെഡിക്കൽ ഹെൽത്ത് ഗെയിംസ് എന്ന് വിളിക്കുന്നത്. എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം, റീസെൻ്റ്ലി 4 ആർമഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസ് officers have made India proud by winning a record of 32 medals in the 43rd World Medical and Health Games held in Saint Franz, France. ഇതാണ് ന്യൂസ് വരാനുള്ളൊരു കാരണം. ഓക്കെ, ഇനി വേൾഡ് മെഡിക്കൽ ഗെയിംസ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒളിമ്പിക് ഗെയിംസ് ഫോർ ഹെൽത്ത് പ്രൊഫഷണൽസ് എന്നുള്ള പേരിലാണ് ഏതറിയപ്പെടുന്നത്, വേൾഡ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഗെയിംസ് എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, and he is the most prestigious global supporting event within the medical community. The legacy of World Medical Games dates back to 1978. ഓക്കെ, അതായത് എന്താണ് 1978 എന്ത് ചെയ്യുന്നത്, ഇത്തരമൊരു കാര്യത്തിന് തുടക്കം കുറിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇത്തരമൊരു കാര്യത്തിന് തുടക്കം കുറിക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് 1978 ഇത്തരമൊരു കാര്യത്തിന് എന്ത് ചെയ്യുന്നത്, തുടക്കം കുറിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. Over 205 partners from the more than 50 different nations participate in the event annually. ഏകദേശം 2500ഓളം പാർട്ടിസിപ്പൻസ് ഏകദേശം 50 രാജ്യങ്ങളിൽ നിന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ പങ്കെടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ലെഫ്റ്റനന്റ് കോൾ സഞ്ജീവ് മാലിക്, മാജ് അനീഷ് ജോർജ്, ക്യാപ്റ്റൻ സ്റ്റീഫൻ സെബാസ്റ്റ്യൻ ആൻഡ് ക്യാപ്റ്റൻ ഡനീഷ് ജെയിംസ് made history by winning 19 gold medals, 9 silver medals and 4 medals at the event എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് വണ്ണാണ് ഇത് ഷെഡ്യൂൾസ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഷെഡ്യൂളുകളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, പറഞ്ഞിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഏതൊക്കെ നമുക്കറിയാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ടോട്ടൽ എത്ര ഷെഡ്യൂൾസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ടോട്ടൽ 12 ഷെഡ്യൂൾസാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ടോട്ടൽ എത്ര ഷെഡ്യൂൾസാണ്, 12 ഷെഡ്യൂൾസാണ്. അതിൽ ഒന്നാമത്തെ ഷെഡ്യൂൾസ് എന്താണെന്നൊക്കെ നമുക്കറിയാം അല്ലേ, ഓരോ ഷെഡ്യൂൾസും എന്തിനെക്കുറിച്ച് പറയുന്നു, നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ട ഓരോ ഷെഡ്യൂളിലും ഏതൊക്കെ ആർട്ടിക്കിളാണ് കവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഏതൊക്കെ ആർട്ടിക്കിൾസാണ് എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. ഓക്കെ, ഈ ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ എന്താണ് ടെറിട്ടറീസിനെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും,
നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 1 മുതൽ 4 വരെയാണ് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ് ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മുതൽ 4 വരെയാണ്. ഇനി സെക്കൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രസിഡൻറ്റ്, ഗവർണർ, ജഡ്ജസ്, സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ടിൽ CAG തുടങ്ങിയവരുടെ ഇൻവോൾവ്മെൻറ്റ്സും അതുപോലെ തന്നെ അലവൻസൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ആർട്ടിക്കിൾ 59, 65, 75, 97, 125, 148, 158, 164, 186, 221 കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. തേർഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ്? ഓത്ത് ആൻഡ് അഫർമേഷൻസിനെ കുറിച്ചാണല്ലേ യൂണിയൻ മിനിസ്റ്റേഴ്സ്, MPs, ജഡ്ജസ്, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ടിലൊക്കെ എടുക്കേണ്ട ഓത്ത് ആൻഡ് അഫർമേഷൻസിനെ കുറിച്ചാണ് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇതിൽ കാണാൻ പറ്റുക. ഓക്കെ, ഇതിൽ വരുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 75, 84, 99, 124, 146, 173, 188, 219 ഇതിൽ കാണാൻ പറ്റുക. ഫോർത്ത് ഷെഡ്യൂൾ എന്ന് പറയുന്നത് രാജ്യസഭയിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും എന്താണ്, രാജ്യസഭയിൽ എത്ര സീറ്റുകളുണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ആർട്ടിക്കിൾ 4 അതുപോലെ തന്നെ എന്താണ് ആർട്ടിക്കിൾ 5, 80 ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള 4ാമത്തെ ഷെഡ്യൂളിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ വരുന്നതാണ് ഏത് 5ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 244 ബന്ധപ്പെട്ടാണ്. അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബൽസ് ആണ്. 6th ഷെഡ്യൂൾ 244 മുതൽ 275 വരെയാണ്. ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽനെസ് ആൻഡ് സ്റ്റേറ്റ്സ് ഓഫ് ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം തുടങ്ങിയവയാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. 7th ഷെഡ്യൂൾ ആർട്ടിക്കിൾ 246 ബന്ധപ്പെട്ടാണ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. 8th ഷെഡ്യൂൾ 344 മുതൽ 351 വരെയാണ്. 22 റിയോഗനൈസ്ഡ് ലാംഗ്വേജസിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. 9th ഷെഡ്യൂൾ അത് നമുക്കറിയാം, ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട് പ്രകാരം വന്നാണ്. ആർട്ടിക്കിൾ 31B ആണ് പറയുന്നത്. വാലിഡേഷൻ ഓഫ് സർട്ടൈൻ ആക്ട് ആൻഡ് റെഗുലേഷൻസ് ആണ്. 10th ഷെഡ്യൂൾ എന്ന് പറയുന്നത് 52nd അമെൻമെൻറ്റ് ആക്ടിൽ വന്നാണ്. ആർട്ടിക്കിൾ 101 ആൻഡ് 191 തുടങ്ങിയവയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ആൻറ്റി ഡിഫെക്ഷൻ ലോ ആണ്. 11th ഷെഡ്യൂൾ എന്ന് വിളിക്കുന്ന 73ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ വന്നാണ്. ആർട്ടിക്കിൾ 243 മുതൽ 243Gയെ കുറിച്ചാണ് ഇതിൽ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. പവേഴ്സ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്താണ്. 12th ഷെഡ്യൂൾ പറയുന്നത് 74ാമത്തെ അമെൻമെൻറ്റ് ആക്ടാണ്. 92 ആർട്ടിക്കിൾ 243W ആണ് പറയുന്നത്. പവേഴ്സ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മുനിസിപ്പാലിറ്റീസ് ആണ് ഇതിൽ കാണാൻ പറ്റുക എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് ന്യൂസാണ് ഇത്. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ റിലേറ്റഡ് ടു ST. അതായത് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം എന്താണ്? എ റീസെൻറ്റ് സ്റ്റഡി ഹാസ് എക്സാമിൻഡ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദ റെപ്രസെൻറ്റേഷൻ ആൻഡ് ഫോറസ്റ്റ് കൺസർവേഷൻ ഇൻ ഇന്ത്യാസ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആണ് ന്യൂസിൽ വരാനുള്ള കാരണം. ഓക്കെ, ഇനി ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 243D എന്നാണ് പറയുന്നത്. മാൻഡേറ്റ് റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ STs ഇൻ പഞ്ചായത്താണ്. ആൻഡ് ആർട്ടിക്കിൾ 330 പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ ദ SC STs ഇൻ ഹൗസ് ഓഫ് ദ പീപ്പിൾ, ലോക്സഭയാണ്. ആൻഡ് ആർട്ടിക്കിൾ 332 എന്താണ് പറയുന്നത്? റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ SC ആൻഡ് ST ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. ആൻഡ് ആർട്ടിക്കിൾ 341, 342 എന്താണ് പറയുന്നത്? ഡിഫൈൻ ദ STs, എംപവർ ടു പ്രസിഡന്റ് ടു ഐഡൻറ്റിഫൈ ദം ത്രൂ എ പബ്ലിക് നോട്ടിഫിക്കേഷൻ ഫോർ ഈച്ച് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറിയുമാണ് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ആർട്ടിക്കിളുകൾ 243D, 330, 332, 341, 342 ഒക്കെ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ലോസ് റിലേറ്റഡ് ടു സർഗസിയാണ്. എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം? റീസെൻ്റ്ലി ദ ഗവൺമെൻറ് ഹാസ് നോട്ടിഫൈഡ് ആൻ അമെൻമെൻറ്റ് ടു ദ സെൻട്രൽ സിവിൽ സർവീസ് ലീവ് റൂൾസ് 1970 ടു ഗ്രാൻഡ് മെറ്റേണിറ്റി ലീവ് ആൻഡ് അതർ ബെനിഫിറ്റ് ടു ഗവൺമെൻറ് എംപ്ലോയീസ് ഇൻ കേസ് ഓഫ് ദ ചിൽഡ്രൻ ബോൺ ത്രൂ സർഗസി. ഓക്കെ, ഇനി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വന്ന നിയമങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. ജസ്റ്റ് ആ വർഷങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി. ഒന്ന് സർഗസി റെഗുലേഷൻ ആക്ട് 2021, 2 സർഗസി റെഗുലേഷൻ റൂൾസ് 2022 ആൻഡ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ആർട്ട് റെഗുലേഷൻ ആക്ട് 2021. ക്ലിയർ? നെക്സ്റ്റ് ആണ് ഡെപ്യൂട്ടി സ്പീക്കർ അപ്പോയിൻറ്റഡ് ആസ് സ്പീക്കർ. എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം? The recent increase in the opposition strength, the Lok Sabha has resigned their interest in securing the deputy speaker post ആണ്.
ഇനി ഡെപ്യൂട്ടി സ്പീക്കർ അപ്പോയിൻറ്റഡ് ആസ് സ്പീക്കർ, അതായത് എന്താണ്, ആഫ്റ്റർ ദ ഫസ്റ്റ് സ്പീക്കർ GV Balvalangar died in 1956 without the completing his full term, Deputy Speaker M. Anandeshwaram Iyengar filled for the remaining tenure of Lok Sabha from 1956 to 57 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് എന്താ ചെയ്യുന്നത്, മാൽവലങ്കാറിന് ശേഷം അല്ലെങ്കിൽ മാൽവലങ്കാറിൻ്റെ കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്, അദ്ദേഹം എന്ത് ചെയ്തില്ല, സ്പീക്കർ പോസ്റ്റ് ഫില്ല് ചെയ്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ഡെപ്യൂട്ടി സ്പീക്കർ ആദ്യമായിട്ട് സ്പീക്കറായി മാറുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് ലോക്സഭയിൽ സ്പീക്കറായിട്ടും എലക്ട് ചെയ്യപ്പെടുന്നുണ്ട്. സിമിലർലി ആഫ്റ്റർ ദ GMC Balayogi passed away in 2022, Deputy Speaker and Congress MP PM Syed became the acting speaker for the 2 months until Manmohan Joshi was elected speaker. ഓക്കെ, ഇതൊക്കെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഇവൻ്റാണ്, ഓർത്ത് വെക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ ബേസ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ന്യൂസാണ് DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് പറയുന്നത്. ഇതിനെ തന്നെ നമുക്ക് മൂന്നായി തരംതിരിക്കാം അല്ലേ, സോഷ്യലിസ്റ്റ്, അതുപോലെ തന്നെ ഗാന്ധിയൻ, ലിബറൽ ഇൻ്റലക്ച്വൽ എന്നിങ്ങനെ മൂന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, തരംതിരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് ഒരു സ്റ്റേറ്റ് നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ലോ മേക്കിംഗ് പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത് DPSP എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇത്തരമൊരാശയം നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡോപ്റ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ഇതിൽ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, ഒന്ന് ആർട്ടിക്കിൾ 38 എന്താണ്, പ്രൊമോട്ട് സോഷ്യൽ ഓർഡർ ആൻഡ് മിനിമൈസ് ഇൻഇക്വാലിറ്റീസ് ഇൻ ഇൻകം സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിൽ വന്നാണ്. അതുപോലെ തന്നെ 39 എന്ന് വിളിക്കുന്നത് എന്താണ്, റൈറ്റ് ടു adequate means in livelihood, equitable distribution of resources, അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത്, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, അതുപോലെ പ്രൊട്ടക്ഷൻ ഓഫ് സ്ട്രെങ്ത് ആൻഡ് ഹെൽത്ത് ഓഫ് വർക്കേഴ്സ്, ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ആൻഡ് ആർട്ടിക്കിൾ 39A ഫ്രീ ലീഗൽ എയ്ഡ് ടു ദി പൂർ. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ആണത്. ആൻഡ് ആർട്ടിക്കിൾ 41 റൈറ്റ് ടു വർക്ക്, എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക് അസിസ്റ്റൻസ് ഇൻ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളാണ്. ആർട്ടിക്കിൾ 42 എന്താണ്, ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻസ് ഓഫ് വർക്ക് ആൻഡ് മെറ്റേണിറ്റി റിലീഫ്. ആർട്ടിക്കിൾ 43 എന്താണ്, വേജ് ആൻഡ് ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഓഫ് ആൾ വർക്കേഴ്സ് ആണ്. ആൻഡ് ആർട്ടിക്കിൾ 43A എന്ന് പറയുന്നത് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദി മാനേജ്മെൻറ്റ് ഓഫ് ദ ഇൻഡസ്ട്രീസ് ആണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 47 എന്ന് പറയുന്നത് എന്താണ്, റൈസ് ദ ലെവൽ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇത് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ. ഗാന്ധിയൻ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത് ഏതൊക്കെയാണ്, ആർട്ടിക്കിൾ 40 ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്, ആർട്ടിക്കിൾ 43 പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ഇൻ റൂറൽ ഏരിയാസ്, ആർട്ടിക്കിൾ 43B കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ആൻഡ് ആർട്ടിക്കിൾ 46 എഡ്യൂക്കേഷണൽ ആൻഡ് എക്കോണമിക് ഇൻട്രസ്റ്റ് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് അതർ വേക്കർ സെക്ഷൻ, ആർട്ടിക്കിൾ 47 പ്രൊഹിബിറ്റ് കൺസംഷൻ ഓഫ് ഇൻടോക്സിക്കിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്, ആർട്ടിക്കിൾ 48 എന്താണ്, പ്രൊഹിബിറ്റ് സ്ലറ്റർ ഓഫ് കൗസ്, സ്ലേവ്സ് ആൻഡ് കാറ്റിലാണ്. ആൻഡ് ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിഫോം സിവിൽ കോഡ്, ഏർലി ചൈൽഡ്ഹുഡ് കെയർ എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ 0 to 6 years, ആർട്ടിക്കിൾ 48 അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി, ആർട്ടിക്കിൾ 48A പ്രൊട്ടക്ഷൻ ഓഫ് എൻവിയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, ആർട്ടിക്കിൾ 49 പ്രൊട്ടക്ഷൻ ഓഫ് എൻവിയോൺമെൻറ്റ് ഓർ പ്ലേസ് ഓഫ് ഹിസ്റ്റോറിക് ഇൻട്രസ്റ്റ്, ആർട്ടിക്കിൾ 50 സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്, ആർട്ടിക്കിൾ 51 എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി വിയ ഹോണറബിൾ റിലേഷൻസ് ലോസ് ആൻഡ് ട്രീറ്റീസ് ആൻഡ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ്സ് ഒക്കെയാണ് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ക്ലിയർ. നെക്സ്റ്റ് വൺ ആണ് ഇത്, ന്യൂസാണ് ഇത്, 1975 എമർജൻസി എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത്. എന്താണ് ഇത് ന്യൂസ് വന്നിരിക്കാൻ കാരണം, റീസെൻ്റ്ലി ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഹാസ് പെയ്ഡ് ഹോമേജ് ടു ഓൾ ദോസ് ഗ്രേറ്റ് മെൻ ആൻഡ് വുമൻ ഹു റിസ്റ്റൈൻഡ് ദ നാഷണൽ എമർജൻസി ഓഫ് 1975 ആണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 352 എന്താണ്, പ്രൊക്ലമേഷൻ ഓഫ് എനർജി. ആർട്ടിക്കിൾ 353 എന്താണ്, എഫക്റ്റ് ഓഫ് പ്രൊക്ലമേഷൻ ഓഫ് എനർജി. ആർട്ടിക്കിൾ 354 എന്താണ്, അപ്ലിക്കേഷൻ ഓഫ് പ്രിവെൻഷൻ റിലേറ്റിംഗ് ടു ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റവന്യൂസ് ആൻഡ് വൈൽ പ്രൊക്ലമേഷൻ ഓഫ് എനർജി ഈസ് ഇൻ ഓപ്പറേഷൻ ആണ്. ആർട്ടിക്കിൾ 355 എന്താണ്, ഡ്യൂട്ടി ഓഫ് ദ യൂണിയൻ പ്രൊട്ടസ്റ്റ് സ്റ്റേറ്റ് അഗെയിൻസ്റ്റ് എക്സ്റ്റേണൽ അഗ്രഷൻ ആൻഡ് ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് ആണ്. ആർട്ടിക്കിൾ 356 എന്താണ്, പ്രൊവിഷൻ ഇൻ കേസസ് ഓഫ് ഫെയിലിയർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഇൻ സ്റ്റേറ്റ് ആണ്. ആർട്ടിക്കിൾ 357 എന്താ, എക്സൈസ് ദ ലെജിസ്ലേറ്റീവ് പവേഴ്സ് യൂണിയൻ under proclamation of issued under Article 356 and 358 എന്താണ്, suspension of provision of Article
19 during emergency. Article 359 suspension of the enforcement of the right conferred by the Part 3 during emergencies. Article 360 എന്താണ് പ്രൊവിഷൻ ടു ദ ഫൈനാൻഷ്യൽ എമർജൻസിയാണ്. നെക്സ്റ്റ് വണ്ണാണ് ന്യൂസാണ് ഇത് ഇൻഡസ് വാട്ടർ ട്രീറ്റി. ഇതെന്താണ് ന്യൂസിൽ വരാൻ കാരണം? റീസെൻ്റ്ലി എ 5-member പാകിസ്ഥാനി ഡെലിഗേഷൻ വാസ് flown to the Jammu Kashmir to the inspect power to project set up on their rivers conversed under the Indus Water Treaty of 1960 ആണ്. ഓക്കെ, ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത് എന്താണ് അല്ലേ? നമുക്കറിയാം ഇൻഡസ് റിവറുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടേഴ്സ് ഓഫ് ദ ഇൻഡസ് ആൻഡ് ട്രൈബ്യൂട്ടറീസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഗവർൺഡ് ബൈ ഇൻഡസ് വാട്ടർ ട്രീറ്റിയാണ്. 1960 സെപ്റ്റംബർ 19 ഇത് സൈൻ ചെയ്യുന്നത് വേൾഡ് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ. അതുപോലെ തന്നെ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ കട്ട് അക്രോസ് ദ ഇൻഡസ് റിവർ ബേസിൻ എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വന്ന ട്രീറ്റിയാണ്. അത്രയും കാര്യങ്ങളാണ് ഇത് നോക്കാറുള്ളത്. ഇനി ഇൻഡസ് വാട്ടർ കമ്മീഷൻ സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? once every 5 years conduct general inspection of all rivers parts. ടോട്ടൽ ഇൻസ്പെക്ഷൻ ഓഫ് ടൂസ് ഓഫ് ഓവർ 100 ആണ്. ഇതൊക്കെ സക്സസ് ആയി റൺ ചെയ്യുന്നുണ്ട്. അത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിൽ ആലോചിച്ച് വെച്ചാൽ മതി. അതുപോലെ തന്നെ വേണമെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ വെസ്റ്റേൺ റിവേഴ്സ് ഓർത്ത് വയ്ക്കുക. ജനാബ്, ജലം, ഇൻഡസ് ഒക്കെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് വണ്ണാണ് ഇത് ഇനീഷ്യേറ്റീവ് ടേക്കൺ കോമ്പാക്ട് മിസ് ഇൻഫോർമേഷൻ ആൻഡ് ഡിസ്ഇൻഫോർമേഷൻ ആണ് ന്യൂസ്. എന്താണ് ന്യൂസ് വരാൻ കാരണം? റീസെൻ്റ്ലി ദ യുണൈറ്റഡ് നാഷൻസ് സെക്രട്ടറി ജനറൽ അൺവീൽഡ് a set of United Nations Global Participle for Information Integrity aimed at curbing the spread of online misinformation, disinformation and hate speech ആണ് ന്യൂസ്. ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ആക്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഇൻഫോർമേഷൻ ടെക്നോളജി ഇൻ്റർമീഡിയറ്ററി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് 2021, അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005, എപ്പിഡമിക് ഡിസീസ് ആക്ട് 1897, ഡിസ്ഇൻഫോർമേഷൻ ടെക്നോളജി അമെൻമെൻറ്റ് റൂൾസ് 2023, ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ലൊക്കെ ഇതിൻ്റെ ഭാഗമായി വന്നതാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് കോട്ടൺ കൾട്ടിവേഷൻ ഇന്ത്യ. എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം? ദ ഡാറ്റ റീസെൻ്റ്ലി റിവീൽഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ഷോൺ ദാറ്റ് കോട്ടൺ കൺസംഷൻ ബൈ ദി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഫ്രം ഒക്ടോബർ 2020 ടു സെപ്റ്റംബർ 2024 ഈസ് വൺ ഓഫ് ദ ഹയസ്റ്റ് സീൻ ദിസ് ഡിക്കേഡ് ആണ് ന്യൂസ്. ഓക്കെ, ഇതിൽ കോട്ടൺ കൾട്ടിവേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇന്ത്യ ഗോസ് ഫസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ് കോട്ടൺ അക്നേജ് ഇൻ 130.61 lakh hectares ആണ്. ഓക്കെ, അറൗണ്ട് 40% ഓഫ് ദ വേൾഡ് ഏരിയ. അതുപോലെ തന്നെ 324.6 lakh ഹെക്ടേഴ്സിനാണ് കാണപ്പെടുന്നത്. ഇതിൽ തന്നെ പല ടൈപ്പ് കോട്ടൺസ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണമായിട്ട് ജി അർബോണിയം ആൻഡ് ജി ഹെബേണിയം ഏഷ്യൻ കോട്ടണാണ്. അതുപോലെ തന്നെ ജി ബർബാനിയം ഈജിപ്ഷ്യൻ കോട്ടണാണ്. ജി ഹിറക്റ്റം അമേരിക്കൻ അപ്ലാൻഡ് കോട്ടൺ ആണ് എന്നുള്ളതാണ്. ഓക്കെ, പ്രധാനമായിട്ടും മേജർ 9 കോട്ടൺ ഗ്രോയിങ് സ്റ്റേറ്റ്സ് ആണ് ഇന്ത്യയിൽ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അതിൽ തന്നെ നോർത്ത് സോൺ ഉണ്ട്, സെൻട്രൽ സോൺ ഉണ്ട്, സദേൺ സോണും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഒന്നാണ് ഇത് ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് ടു എലിവിയേറ്റ് പോവർട്ടി. ഇതെന്താണ് ന്യൂസിൽ വരാൻ കാരണം? റീസെൻ്റ്ലി ദ PM's എക്കോണമിക് അഡ്വൈസറി കൗൺസിൽ ചീഫ് ബൈബക് ഡെറിബോയ് പിച്ച്ഡ് ഫോർ ദ റിവ്യൂ ഓഫ് ഇന്ത്യാസ് ഒഫീഷ്യൽ പോവർട്ടി ലൈൻ ആൻഡ് സജസ്റ്റഡ് അനലൈസിങ് ഇൻഈക്വാലിറ്റി അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ. ഇതാണ് ഇവിടെ എന്തായി വരാനുള്ള കാരണം? ന്യൂസായി വരാനുള്ള കാരണം എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ഗവൺമെൻറ് എടുത്ത ഇനീഷ്യേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന് പ്രൈം മിനിസ്റ്റർ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധിയാണ്, PMSV നിധി. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ നാഷണൽ ന്യൂട്രീഷൻ മിഷൻ, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന, അതുപോലെ തന്നെ പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന. നെക്സ്റ്റ് വണ്ണാണ് ഇത് എത്തനോൾ പ്രൊഡക്ഷൻ. ഇതെന്താണ് ന്യൂസിൽ വരാൻ കാരണം? റീസെൻ്റ്ലി India has achieved high ethanol production from the grains, particularly maize, suppressing that from the sugar-based feedstock ആണ്. ഓക്കെ, ഇനി എത്തനോൾ പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ എന്നാൽ വൺ ഓഫ് ദ പ്രിൻസിപ്പൽ ബയോഫ്യൂൽ ആണ്. ഇതിനെ എന്ത് പേരിലാണ് വിളിക്കുന്നത്? ഇത്തൈൽ ആൽക്കഹോൾ എന്നുള്ള പേരിലാണ് വിളിക്കുന്നത്. C2H5OH ആണ്. പ്രൊഡ്യൂസർ എന്താണ്? നാച്ചുറലി ബൈ ഫെർമെൻറ്റേഷൻ ഓഫ് ഷുഗർ ആണ്, അല്ലെങ്കിൽ എന്താണ്? ബൈ പെട്രോളിയം കെമിക്കേഷൻ പ്രോസസ്സാണ്. ഓക്കെ, ഇനി എത്തനോൾ ബ്ലെൻഡിങ് നോക്കുകയാണെങ്കിൽ എന്താണ്? ഉദാഹരണമായിട്ട് ബ്ലെൻഡിങ് ടാർഗറ്റ് ഏകദേശം 20% ബ്ലെൻഡിങ് ആണ് പെട്രോൾ കാണാൻ പറ്റും. E20 2025 സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്യൂസ് ഓയിൽ ഇമ്പോർട്ട്, ഇക്വിപ്മെൻറ്റ് എഫിഷ്യൻസി അറ്റ് ലോവർ കോസ്റ്റ് ആൻഡ് പെട്രോൾ, അതുപോലെ തന്നെ ബേൺസ് കംപ്ലീറ്റ്ലി ആൻഡ് ക്ലീനർ ദാൻ പെട്രോൾ, എത്തനോൾ പ്രൊഡ്യൂസർ ഫ്രം ഫാം റെസിഡൻസ് ടു ബൂസ്റ്റ് ഫാമേഴ്സ് ഇൻകം എന്നുള്ളതാണ്. ചലഞ്ചസ് എന്താണെന്ന് വെച്ചാൽ ഹൈ ലാൻഡ് റിക്വയർമെൻറ്റിന് ആവശ്യമാണ്, ഹൈ വാട്ടർ റിക്വയർമെൻറ്റും ആവശ്യമാണ്.
ഇതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് മാപ്പ് ഫോർ എത്തനോൾ ബ്ലെൻഡിംഗ് ഇൻ ഇന്ത്യയാണ്, നീതി ആയോഗ് റിപ്പോർട്ടാണ്, E100 പൈലറ്റ് പ്രൊജക്റ്റ്, അതുപോലെ തന്നെ പ്രധാനമന്ത്രി ജയ് വൻ യോജന, അതുപോലെ തന്നെ എന്താ നാഷണൽ പോളിസി ഓൺ ബയോഫ്യൂവൽസ് ഒക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. റീസെൻ്റ്ലി സൗത്ത് ആഫ്രിക്കൻ സയൻറ്റിസ്റ്റ് ഇഞ്ചക്റ്റഡ് ദ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഇൻ ടു ലൈവ് റൈനോസേഴ്സ് ഹോണേഴ്സ് ടു മേക്ക് ദം ഈസിയർ ടു ഡിഫീറ്റ് ബോർഡർ പോസ്റ്റ് ഇൻ എ പൈനിയറിംഗ് പ്രൊജക്ട് എയിംഡ് കേർബിംഗ് പോച്ചിങ് ആണ്. ഇതാണ് ന്യൂസായിട്ട് എന്താണ് നമുക്ക് വന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, അതിൽ ഗ്ലോബൽ കൺസർവേഷൻ എഫേർട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? കൺസർവേഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫ്യൂണ ആൻഡ് ഫ്ലോറയാണ് സൈറ്റ്സ്. അതുപോലെ തന്നെ കൺവെൻഷൻ ഓൺ ദി കൺസർവേഷൻ ഓഫ് മൈഗ്രേറ്ററി സ്പീഷീസ് വൈൽഡ് ആനിമൽസ് ഉണ്ട്, കൺസർവേഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഉണ്ട്, ദ വൈൽഡ് ലൈഫ് ട്രേഡ് മോണിറ്ററിംഗ് നെറ്റ്വർക്ക്, യുണൈറ്റഡ് നേഷൻസ് ഫോറം ഓൺ ഫോറസ്റ്റ്, ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ, അതുപോലെ തന്നെ ഗ്ലോബൽ ടൈഗർ ഫോറം ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇനി ഡൊമസ്റ്റിക് ഫ്രെയിംവർക്ക് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986, ദ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002 ഒക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ ഇത്രയും കറണ്ട് അഫയേഴ്സാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ വീക്കിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത് നോക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.